ഹലോ, ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? നമ്മുടെ ചേച്ചിയുടെ അടുത്തേക്കാട്ടോ ഇന്നത്തെ പോക്ക്. അതായത് സുരേൻ്റെ അനിയത്തിയുടെ അടുത്തേക്ക്, വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ അടുത്തേക്ക്. അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ടേ. എടുത്തും ഈ വന്ന് ഇലക്ട്രീഷനിൽ നിൽക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണേ. വീഡിയോ എടുക്കലാണെന്ന് പറഞ്ഞപ്പോഴുള്ള റിയാക്ഷൻ ആട്ടോ അത്. അരീക്കോടാട്ടോ ചേച്ചീനെ കൊണ്ടായത്. അപ്പോൾ കാരാപ്പറമ്പ് വരെ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് പിന്നെ അങ്ങോട്ട് ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു. രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ പോക്കിനുള്ളത്. ഒന്ന് സർപ്രൈസാണ്, രണ്ടാമത്തെ കാര്യം ഇതാട്ടോ. ദേ ഈ അച്ചാറൊക്കെ ചേച്ചിക്കുള്ളതാ. ഈ കുപ്പികളിലൊക്കെ നല്ല രുചിയേറുന്ന കടുമാങ്ങാച്ചാറാട്ടോ. നമ്മുടെ ചെറിയമ്മയ്ക്ക് അച്ചാറിൻ്റെ ഒരു ബിസിനസ് ഉണ്ട് കേട്ടോ. മൂപ്പത്തിൻ്റെ കൈപ്പുണ്യം പറയാൻ വയ്യ. ആ ഇടത് കൈ കൊണ്ട് എന്തിട്ടാലും ടേസ്റ്റ്. ചേച്ചിക്ക് ആരോ ഓർഡർ കൊടുത്തു കേട്ടോ, ഇത് ഇത്രയും അച്ചാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് തരം അച്ചാറായാലും പറഞ്ഞോളട്ടോ, നമുക്ക് സെറ്റാക്കാം. അങ്ങനെ കാരാപ്പറമ്പ് കുറച്ചേരം നിന്നപ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടിട്ടോ. വണ്ടി കയറി കാറ്റ് കിട്ടിയ ഉറങ്ങണ ഒരുത്തരാട്ടോ ഇത്. ഒരു വിധത്തില് അവൻ വണ്ടി കയറി ഉറങ്ങുന്നതന്നെ നല്ലത്. കാരണം അവന്റെ കൈയും കാലും അടക്കിയിരിക്കാൻ അവന് കഴിയില്ല. അങ്ങനെ അരീക്കോട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിട്ടോ. അയ്യോ, നമ്മുടെ ഫസ്റ്റ് സർപ്രൈസ് പറയാൻ മറന്നില്ലേ, ഇന്ന് ചേച്ചിയുടെ പിറന്നാളാട്ടോ. സോ ചേച്ചിക്ക് ചെറിയൊരു ഗിഫ്റ്റും കൊണ്ടുള്ള ഒരു പോക്കാട്ടത്. ഗിഫ്റ്റ് എന്ന് വിചാരിക്കുമ്പോൾ വലുതൊന്നല്ല കേട്ടോ, ചെറിയൊരു ചുരിദാർ, ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ടോപ്പ് എടുക്കാൻ അരീക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാട്ടോ കയറിയത്. അമ്മയും ഞാനും എട്ടിമ്മയും കൂടിയും അതിൻ്റെ സെലക്ഷനിലാട്ടോ. ഞാനും എട്ടിമ്മയും കൂടിയും പെണ്ണുങ്ങളെ സ്ഥിരം പരിപാടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും എട്ടിമ്മയും കൂടിയും ആ ഷോപ്പിലുള്ള ഒരുവിധം ചുരിദാറൊക്കെ അവിടെ നിരത്തി ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്കും എട്ടിമ്മയ്ക്കും അങ്ങോട്ട് റെഡി ആവണില്ല. പിന്നെ അവസാനം എന്താ ഇതിലങ്ങോട്ട് ഉറപ്പിച്ചു. ചുരിദാർ എടുക്കാൻ കയറിയപ്പോൾ പകലാണെങ്കിൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ആയിട്ടോ. നേരം കുറച്ച് ഇരുട്ടിയേ. നമ്മൾ കയറിയ ഷോപ്പ് ഇതാട്ടോ, ഐഷ് ലേഡി. അരീക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടെക്സ്റ്റൈൽസിൽ മിറർ കണ്ടു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാഞ്ഞൊരു മോശമല്ലേ, അപ്പോൾ അതും എടുത്തു. അങ്ങനെ ടോപ്പൊക്കെ വാങ്ങി ദാ നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ നമ്മൾ അമ്മേനെ കൊണ്ട് ഒഫീഷ്യലി ആ ചുരിദാർ അങ്ങോട്ട് കൊടുപ്പിച്ചു. ഇതിടെ 2 ദിവസം മുന്നേ കേട്ടോ, അവരാഘോഷങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇന്ന് പിന്നെ ഞങ്ങൾക്ക് ലീവ് ആയതുകൊണ്ടാട്ടോ ഇന്ന് പോകുന്നത്. ചേച്ചിയുടെ മൂത്ത മോൻ സച്ചു USSൽ സ്റ്റേറ്റിൽ ടോപ്പർ ചെയ്യുന്നു കേട്ടോ. അവൻ 1 മാർക്കിനെങ്ങാനാണ് ഫുൾ മാർക്ക് മിസ്സായത്. അപ്പോൾ ഗിഫ്റ്റഡ് ചൈൽഡിന് അവൻ പഠിച്ച സ്കൂളിൽ നിന്ന് കൊടുത്ത ഗിഫ്റ്റാട്ടോ ഇത്. ടീച്ചേഴ്സ് ചേച്ചീനെ വിട്ടു പോയാൽ മക്കൾ ആദ്യം പോകുന്നത് ഈ ഒരു സ്പോട്ടിക്കാട്ടോ. ഇവിടെ 2 തരം ഊഞ്ഞാൽ സെറ്റാക്കിയിട്ടുണ്ട്. മക്കൾ എപ്പോൾ പോയാലും അവിടെയാണ് കളി. ചിന്തിക്കാണ് പോണോ പോണ്ടേന്ന്. ചേച്ചീന്റെ ചെറുതിന് മിന്നൂട്ടിനെ കൊണ്ടുവരാനുള്ള തൃത്തപ്പാടാട്ടോ ആ കാണുന്നത്. ഫൈനലി അവള് പോരാൻ തീരുമാനിച്ചിട്ടോ. അങ്ങനെ സുരേഷേട്ടനുള്ള കാത്തിരിപ്പാണ് ഈ കാണുന്നത്. സുരേഷേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് മൂപ്പരെ കാണാനല്ല. അങ്ങനെ സുരേഷേട്ടൻ എത്തിയിട്ടോ. സുരേഷേട്ടൻ ഓട്ടോറിക്ഷയും കൊണ്ടാണേ വന്നത്. സുരേഷേട്ടൻ വന്ന് സുരേഷൻ്റെ ചാടിയൊക്കെ കഴിഞ്ഞ് പോരാൻ നിൽക്കുമ്പോഴേട്ടോ വേറൊരു കാര്യം ഓർമ്മ വന്നത്. മിക്കവാറും വീഡിയോസിന് എൻ്റെ ഓൺ വോയിസിന് ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ മൈക്കിലൊന്നല്ല കേട്ടോ, സാധാ ഫോണിലാണ് ഈ റെക്കോർഡാക്കുന്നത്. നട്ടപ്പാതിരയ്ക്ക് വലയം എന്താ ചേച്ചിക്ക് പണി എന്നല്ലേ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത്. ചേച്ചീൻ്റെ വീട്ടിൽ മീൻ വളർത്തലുണ്ട് കേട്ടോ. നല്ല അസല് വളർത്തു മീൻ ഫിലോപ്പിയ കേട്ടോ. ചേച്ചി ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിടിക്കുക കേട്ടോ, അതും നട്ടപ്പാതിരയ്ക്ക്. വളർത്തുമീനിൻ്റെ വിളവെടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ആണ് അതിലുള്ളത്. അപ്പം നമുക്ക് വീട്ടിലേക്ക് കുറച്ച് കൊടുത്തയക്കുക കേട്ടോ. അത്യാവശ്യം നല്ല വലിയ മീനാട്ടോ. വന്നപ്പോൾ 2 ആൾക്കാരെൻ്റെ പിന്നാലെ കൂടിയതാട്ടോ. ഈ 2 എണ്ണം എൻ്റെ കാലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണോ, കാൽമ കൂടെ ഒഴിയണോ, ചേച്ചിയാണെന്ന് മറന്നിട്ടാണെന്ന് അറിയില്ല. എന്തോ സ്നേഹം അറിയോ. കാല് കളിക്കാൻ പറ്റാത്താണല്ലോ. അതാ അത് കയ്യുമ്പോ തട്ട് പൊന്തിച്ച് കാണിച്ചിട്ടീന് നോട്ടെ. അത് കയ്യത്തൂലേ. തുറന്നേക്ക് അമ്മ അടച്ചേക്ക്. ചാടെടുക്കാനല്ലേ അതിൻ്റെ മേലല്ല വെള്ളം. ഞാൻ അറിഞ്ഞ സാരി
വീഡിയോന്റെ ഫ്ലാറ്റിലേക്കാണ് നിങ്ങൾക്ക് വിളിച്ചത്. അവിടെ കൊടുക്കലില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നമുക്ക് വേണ്ടേ നമുക്ക് ചേട്ടനുണ്ടേ അതൊക്കെ ഞാൻ എടുക്കണം. പൂച്ചസാറ് പാടി ഒപ്പം പിന്നെ ഇതെന്താ കിലോ? പാവാണെങ്കിൽ തിന്നാൻ കൊടുക്കാണ്ടിരിക്കുക വരില്ല. ഈ സമയത്താകുമ്പോൾ അങ്ങനെ പ്രശ്നം ചെയ്യും. വില വലിയ മീന നിങ്ങൾക്ക് എത്ര മീൻ വേണ്ടി വരും? 2 മീനോ 3 മീനോ? ഞങ്ങളൊരു ചിലപ്പോ ഒന്നിച്ച് മസാല പറ്റിക്കും. ഞാൻ കുറേശ്ശെ വറുക്കും. കാരണം നന്നാക്കുമ്പോൾ ഒന്നിച്ചാണ് വരാൻ തുടങ്ങിയതാണ്. മതി ചേച്ചിയെ മീൻ പിടിക്കണം. നിർത്തിക്കോ. വടക്കാൻ പൊട്ടുന്ന പോലെ കൂട്ടുണ്ട്. മറ്റേ നമ്മളന്ന് ബസ്സിന് പോയപ്പോൾ പറഞ്ഞ പോലെ ഓട്ടോത്തിൽ നമ്മൾ തിരക്കില്ല. ബാക്കിക്ക് നോക്കണം. മതി ചേച്ചിയെ. സമയം അങ്ങനെ നട്ടപ്പാത്രയ്ക്കുള്ള മീൻ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പോവാട്ടോ. സുരേഷ് ഏട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കണ്ട ആൾക്കാർ മുഴുവൻ കുത്തി നിറച്ചിട്ടാട്ടോ ഈ പോക്ക്. എവിടെയെങ്കിലും പോയി വന്നാൽ എൻ്റെ ഫസ്റ്റ് പരിപാടി കമ്മലയക്കലാട്ടോ. കമ്മലിൻ്റെ ക്രേസുള്ള ആളാണ് ഞാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, കമ്മലങ്ങോട്ട് ഊരുമ്പോൾ സ്വർഗം കിട്ടിയ അവസ്ഥയാണ്. അപ്പം നമ്മൾ ചേച്ചീൻ്റെ ഇത്രയും മീനാട്ടോ കൊണ്ടുവന്ന് നേരം 10 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്നൊന്നും ഒന്നും ചെയ്യണില്ല, നേരെ എടുത്ത് ഫ്രിഡ്ജ് കയറ്റിയാണ്. ഇത് നന്നാക്കണേൻ്റെയും ഉണ്ടാക്കണേൻ്റെയും വീഡിയോ എന്ന ആളാട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.